നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നെസ്ല. വളാഞ്ചേരി ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികൾക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ചെഗുവേര സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫോറം രക്ഷാധികാരി ഡോക്ടർ KT മുഹമ്മദ് റിയാസാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. നവാഗത സംവിധായകനായി കവിയും മാധ്യമ പ്രവർത്തകനുമായ നാസർ ഇരുമ്പിളിയത്തെ തിരഞ്ഞെടുത്തു. സർവോന്മുഖ വികസന പുരസ്കാരം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിനും, ഗുരു പുരസ്കാരം അധ്യാപകനും പ്രഭാഷകനുമായ അഷ്റഫ് അലി കാളിയത്തിനെയും തിരഞ്ഞെടുത്തു. കർഷക രാജ്യ പുരസ്കാരം ചങ്ങമ്പള്ളി അബ്ദുൽ ജബ്ബാർ ഗുരുക്കൾക്കും, സാരഥി പുരസ്കാരം ഡ്രൈവർ ചരയൻ പറമ്പിൽ ഹംസയ്ക്കുമാണ്. 15ാമത് വാർഷികം ഈ മാസം 24 നടക്കുകയാണ്. 2023 ജനുവരിയിൽ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2020 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ വ്യത്യസ്തമായ കുറെ പരിപാടികൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് വാർഷിക സമ്മേളനം നടക്കുന്നത്. ചെഗുവേരയുടെ എല്ലാ വാർഷികങ്ങൾക്കും നമ്മൾ ചില പ്രത്യേക പുരസ്കാരങ്ങൾ നടത്താറുണ്ട്. ചെഗുവേര കൾച്ചറൽ ഫോറം നമുക്കറിയാം, കഴിഞ്ഞ 15 വർഷക്കാലമായി, നീണ്ട 15 വർഷക്കാലമായി വളാഞ്ചേരിയിലെ പൊതുരംഗത്ത്, കാരുണ്യ സന്നദ്ധ രംഗത്ത്, സാമൂഹിക രംഗത്തൊക്കെ നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളാഞ്ചേരിയിലെ പലവിധ സംഘടനകളും, സാംസ്കാരിക സംഘടനകളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഉണ്ടെങ്കിലും ചെഗുവേര നമുക്കെപ്പോഴും ഏറെ പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിന് നമുക്കൊക്കെ നിദാനമായിട്ടുള്ളത്. നമുക്കറിയാം, ഫ്രീ ഡ്രങ്ക് ഇവിടുത്തെ സംവിധാനം കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് നിരന്തരമായിട്ട് ആളുകൾക്ക് മരുന്നുകൾ സൗജന്യമായി നൽകുന്ന സംവിധാനം, അതുപോലെ തന്നെ സൗജന്യ കുടിവെള്ള പദ്ധതി, ഏത് മേഖലയിലാണെങ്കിലും സ്വപ്നക്കൂട് എന്നുള്ള നമ്മളെ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി, അതുപോലെ തന്നെ ഡയാലിസിസ് പദ്ധതികൾ, മറ്റ് കാരുണ്യ സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാട് നിരന്തരമായിട്ട് ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ഏറെ അടുത്ത് സഞ്ചരിക്കുന്ന, കൂടെ സഞ്ചരിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ 15ാം പിറന്നാൾ ആഘോഷമാണ് വരുന്ന 24-ാം തീയതി നമ്മൾ എല്ലാവരും ആഘോഷിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ നവാഗത സംവിധായകൻ എന്നുള്ള അവാർഡാണ് നമ്മുടെ നാസർ ഇരുമ്പിളിയത്തെയാണ് നവാഗത സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത്. നാസറിന്റെ 2ാമത് സർവോന്മുഖ വികസന പുരസ്കാരം. ഞാനിത് പറയുമ്പോൾ തന്നെ വികസനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വളാഞ്ചേരിയുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ഏറെ നമ്മൾ ചർച്ചപ്പെടുന്ന നമ്മളുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്ങനെയാണ് കിട്ടിയ സമയം കൊണ്ട് ഏകദേശം 2-3 വർഷമായിട്ടൊന്ന് കരുതുന്നത്. 3 വർഷം. ഈ ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ മേഖലയിലേക്ക് കൈവെക്കാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ ചെയർമാൻ കൈവച്ചിട്ടുണ്ടൊക്കെ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്നതാണ്. 3ാമതായിട്ടുള്ളത് നമ്മുടെ സാരഥി എന്ന പുരസ്കാരം ചരയം പറമ്പിൽ ഹംസക്ക, നമ്മളൊക്കെ ഹംസാക്കാന്ന് വിളിക്കുന്ന ചരയം പറമ്പിൽ ഹംസക്ക. പല ഘട്ടങ്ങളിലും അദ്ദേഹം രോഗികളുമായിട്ട് വന്നിട്ട് നമുക്ക് അനുഭവസ്ഥരാണ്. ആ രീതിയിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടായിട്ട് വളാഞ്ചേരിയിൽ ഡ്രൈവറായിട്ട് സേവനം ചെയ്യുന്ന പല ആളുകൾക്ക് ഉപകാരം കിട്ടിയിട്ടുള്ള, എല്ലാവർക്കും ഉള്ള പൊതു അറിയപ്പെടുന്ന മുഖമാണ് ഹംസാക്ക. അദ്ദേഹത്തെയാണ് സാരഥി പുരസ്കാരമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 4ാമതായിട്ടുള്ള പുരസ്കാരം ഗുരു എന്ന പുരസ്കാരമാണ്. ശ്രീ അഷ്റഫ് അലി കാളിയത്തിനെയാണ് തിരഞ്ഞെടുത്തത്. അധ്യാപകൻ, ഒരു സാമൂഹിക രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വളാഞ്ചേരി ഇരുമ്പിളി മേഖലകളിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് അഷ്റഫ് അലി കാളിയത്ത്. 5ാമതായിട്ട് അവസാനമായിട്ട് നമ്മൾ നൽകുന്ന പുരസ്കാരമാണ് കർഷക രാജ. അതായത് കൃഷി, അതോടൊപ്പം തന്നെ സാമൂഹിക രാഷ്ട്രീയ എല്ലാ ഒരു സംഭാവനകൾ കൂടി നോക്കിയിട്ടാണ് ഈ കർഷക രാജ എന്നുള്ള പുരസ്കാരം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനർഹനായിട്ടുള്ളത് നമ്മുടെ ചങ്ങമ്പള്ളി അബ്ദുൽ ജബ്ബാർ ഗുരുക്കളാണ്. ഫെബ്രുവരി 24 നടക്കുന്ന ചെഗുവേര വാർഷികാഘോഷ ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ചെഗുവേര ഫോറം പ്രസിഡന്റ് VPM സാലിഹ്, ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ, ജനറൽ സെക്രട്ടറി VP അസീസ്, മോഹൻകുമാർ A, ശശി മാമ്പറ്റ, KP ഗഫൂർ, VV സനൽകുമാർ, സുരേഷ് മലയത്ത്, AS സുരേഷ് മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു. നന്നായി സാമൂഹ്യ സേവനത്തിൽ ഇടപെടുന്ന കുറച്ച് കൂട്ടായ്മകളുണ്ട്. അതിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, ഗുണമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അറമേൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്,
BDK ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുതുതായിട്ട് വളരെ നന്നായി സജീവമായിട്ട് രംഗത്തുള്ള നമുക്കറിയാം വളാഞ്ചേരി ഉണ്ട്, കാരുണ്യ സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് കരേക്കാട്, ഇല ഫൗണ്ടേഷൻ കുറ്റിപ്പുറം തുടങ്ങിയ 6ഓളം സംഘടനകളെ നമ്മൾ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടി പ്രതിനിധികൾ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും. മറ്റൊന്ന്, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുനിസിപ്പൽ അതിർത്തിയിലുള്ള മുഴുവൻ സർക്കാർ ഓഫീസുകളിലും അതുപോലെ തന്നെ പ്രസ് ഫോറത്തിലും ഒരു സമയസൂചിക എന്ന് പറയുന്ന അത്യാവശ്യം വലിയ ഒരു വലിപ്പമുള്ള ക്ലോക്ക് സ്ഥാപിക്കാനുള്ള